സഹോദരങ്ങളെ, ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കാരണങ്ങൾക്കെല്ലാം മറുപടികളുണ്ട്. പ്രണയം ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്തതാണ്. പക്ഷെ നമ്മുടെ സുഹൃത്തിൻ്റെ ചോദ്യം, ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇണയെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടല്ലോ, എങ്കിൽ പ്രണയവിവാഹമാണെങ്കിൽ ഇതും അള്ളാഹു തീരുമാനിച്ചതല്ലേ? നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചർച്ചയാണ്. നിങ്ങൾക്ക് അറിയുമായിരിക്കും അതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞത് ഈ ചില സംഗതികൾ പറയുമ്പോൾ നമുക്ക് തമാശ വരുന്നുണ്ടെങ്കിലും ഇത് ഉൾക്കൊണ്ട പല ആളുകളുടെയും മനസ്സിൻ്റെ ഉള്ളിൽ വേദനകളുണ്ട്. കാരണം കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ അപരാധങ്ങൾ നമുക്ക് എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സീരിയസ്നെസ് നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അനുബന്ധം തന്നെയാണത്. അതായത് അവനവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് എന്ത് ചെയ്യുക, ഓരോ ന്യായങ്ങൾ കണ്ടുപിടിക്കുക. ഇത് പുതിയതൊന്നല്ല. പിന്നെ സ്വാഭാവികമായും പരലോകത്ത് ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ചില ന്യായങ്ങൾ ആളുകൾ പറയും എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊക്കെയുള്ള മുന്നറിയിപ്പുകൾ വിശുദ്ധ ഖുർആൻ തന്നെ തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് പിന്നെ പലപ്പോഴും കൂട്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് വിധിവിശ്വാസം. ഇപ്പോൾ നിസ്കരിക്കാതെയും ദീൻ സ്വീകരിക്കാതെയൊക്കെ നടക്കുന്ന ആളുകൾ പറയും, ഇതിങ്ങനെ ആവാനാണ് പടച്ചോൻ എഴുതി വെച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് ന്യായം പറയാറുണ്ട്. അപ്പോൾ എഴുതി വെക്കുന്ന കൂട്ടത്തിൽ എഴുതിയ മൊത്തം കാര്യങ്ങൾ ഇതേപോലെ പരിഗണിക്കണം എന്നാണ്. ആയുസ് എഴുതി വെച്ചിട്ടുണ്ട്. ആയുസ് അള്ളാഹു എഴുതി വെച്ചതാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്തായാലും മരിക്കൂല, നമ്മൾ അവധി എത്തുമ്പോൾ മാത്രം സംഭവിക്കും. പക്ഷെ ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ട് കിടക്കുന്നത് എന്തിൻ്റെ പേരിലാണ് സുഹൃത്തുക്കളെ? ആയുസ് എഴുതി വെച്ച കാര്യം. നമ്മൾ ഇത് തികച്ചും എന്താണെന്ന് വിചാരിച്ചാൽ തൻ്റെ സംഗതികൾക്ക് വേണ്ടിയുള്ളൊരു ന്യായം മാത്രമാണ് ഇത് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഒരു അവിഹിതമായ ഒരു ബന്ധം സ്ഥാപിക്കരുതേ എന്ന് അള്ളാഹു ശക്തമായി എന്ത് ചെയ്യുക, നമ്മളോട് നിർദ്ദേശിക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയൊക്കെ ആശയങ്ങളിലൂടെ നമ്മളത് മനസ്സിലാക്കപ്പെടുകയും ചെയ്യാം. അതേ ശരീഅത്ത്, അതേ ദീൻ ആരടുക്കെന്ന് വന്നോ അതേ അള്ളാഹു തന്നെ എന്താണ്, ഒരു അവിഹിത ബന്ധത്തിലൂടെയാണ് നമ്മുടെ വിവാഹം നടക്കേണ്ടതെന്ന് നിശ്ചയിക്കുകയും ചെയ്യും എന്നൊന്നും ഈ ചോദിക്കുന്ന ആളെന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായും നമ്മളെന്താണ്, നമ്മൾ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലം എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. കാരണം മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്ക് പടച്ചോനെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തായിരിക്കണം. അമ്മ യാമൽ മിസ്കാല ദർറ, അണുമണി തൂക്കം നന്മ ആര് ചെയ്തോ അതിൻ്റെ ഫലം അവൻ കാണും, തിന്മ ആര് ചെയ്തോ അതവൻ കാണും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊരു ന്യായം പറയുക മാത്രമാണ് ഈ ചെയ്യുന്നത്. നമുക്കൊരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് വിധി എന്നാണ് ഇനി നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ നമുക്കത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ആ പ്രേമം ഇവിടെ അവസാനിപ്പിച്ചു, എൻ്റെ ഭാര്യയാകാൻ അവൾക്ക് വിധിയില്ല എന്ന് വിശ്വസിക്കലാണല്ലോ വിധിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ തെറ്റ് ബോധ്യപ്പെടുമ്പോൾ അതിന് മാറുകയും നമ്മൾ ഇസ്ലാം നിശ്ചയിച്ച രൂപത്തിലൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് വേണ്ടത്. ഇത്തരം ദുർന്യായങ്ങൾ ഒരുപക്ഷെ നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. കേൾക്കുന്ന കാര്യങ്ങളെ തിരുത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്.